നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, ചെറിയ റീഡിംഗ് എടുക്കുന്നുള്ളൂ, കാരണം ഇപ്പം ഞാൻ നല്ല ബിസി ആയി പോകുന്നുണ്ട്. എനിക്ക് സെൽഫ് ലവ് ബാച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ ഇനി എടുക്കുന്നില്ല, കാരണം ഓൾറെഡി കുറേ പേരായി. ആൻഡ് 2 ബാച്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും നേരമില്ലാത്ത അവസ്ഥയായി പോകും. റീഡിങ്സും ഞാൻ കുറച്ച് ബുക്കിംഗ് ഉണ്ട്. ഇപ്പോൾ 11th വരെയുള്ള ബുക്കിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഇപ്പോൾ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഈ ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞ് മേ ബി മൺഡേ ആകുമ്പോൾ മതി ആക്ച്വലി അടുത്ത ബുക്കിംഗ് ഞാൻ കൊടുക്കാൻ തുടങ്ങാം മുന്നോട്ടുള്ളത്. പക്ഷെ കൂടുതൽ എടുക്കാനും സാധിക്കില്ല, കാരണം ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് സമയം ലിമിറ്റേഷൻ ഉണ്ട്. ഞാനിവിടെ US ആയതുകൊണ്ടാണ് എനിക്ക് നമുക്ക് കുറച്ച് സമയം പ്രോബ്ലം ഉണ്ട്. ഓക്കെ, സോ എന്നാലും നോക്കാം, കുറച്ച് റീഡിങ്സും ഞാൻ കൊടുക്കാം. വേണ്ടവർ മൺഡേ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓൾറെഡി കുറേ മെസ്സേജസ് വന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടതെന്ന്, പക്ഷേ ഇനിയിപ്പോൾ അറിയില്ല. എനിവേ, ബുക്കിംഗ് സെൽഫ് ലവ് ബാച്ച് ഞാൻ മിക്കവാറും നാളെ തൊട്ട് ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോകും, അറ്റ്ലീസ്റ്റ് ഒരു തുടക്കം. ഓക്കെ, ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി കുറേ പേരായി, കാരണം അത് എന്നാലേ ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് ആ ക്ലാസ് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. റിലേഷൻഷിപ്പ് റീഡിങ് ഇന്ന്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, ഇതിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ഞാൻ നോക്കുന്നുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അവരെ മനസ്സിൽ കൊണ്ടുവരിക, അവരുടെ പേര് 2-3 തവണ നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. അവരുടെ പിക്ചർ നിങ്ങൾക്ക് ഫോണിലെടുത്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിൽ അവരുടെ പിക്ചർ കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് അവരുടെ ഡീപ്പ് ഫീലിങ്സ് എന്താണെന്നുള്ളത് അറിയാം. ഓക്കെ, ഇപ്പോൾ ഈ സമയത്ത് അവരുമായിട്ടൊരു കണക്ഷൻ, നമുക്ക് എന്താണ് അവരുടെ മനസ്സിലുള്ള ഫീലിംഗ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താ ചിന്തിക്കുന്നത്? ടെമ്പറൻസ്, 4 of Wands, King of Pentacles, 9 of Swords, Queen of Wands, 2 of Swords, 5 Cups, Knight of Wands, Knight of Pentacles, Hierophant, and ഫ്യൂച്ചർ. ബാക്കി പിന്നെ പറയും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തുമാവാം. ഓക്കെ, നിങ്ങൾ സിംഗിൾസ് ആവാം, മാരീഡ് ആവാം, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആവാം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആവാം. ക്രഷ് നിങ്ങൾ ഇതുവരെ ഓപ്പണായിട്ട് പരസ്പരം പറഞ്ഞു കാണില്ല, ചിലപ്പോൾ അങ്ങനെയും ആവാം. ഓക്കെ, അതായത് പക്ഷെ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട് എന്ന രീതിയിൽ. ഓക്കെ, ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വേണമെന്നാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങളെ എന്താ പറയുക, സിറ്റുവേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Wands പറയുമ്പോൾ, ആൻഡ് 4 of Wands ആൻഡ് King of Pentacles ഒന്നിച്ചുണ്ട്. ചിലവർക്ക്, കുറച്ച് പേർക്കെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാലോചിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അത് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്, കാരണം ഇത് വളരെ ഒരു ശരിക്കും ജെന്വിൻ ആയിട്ട് ഒരു വ്യക്തി എന്ന രീതിയിലാണ് നമ്മൾ എടുക്കാറ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയും. അവർ പ്രോപ്പറായിട്ട് ശരിക്കും നിങ്ങൾക്കൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാരേജ് അല്ലെങ്കിൽ പോലും, ഞാൻ പറഞ്ഞ ഒരു നിങ്ങളുമായിട്ട് നല്ല ഡീപ്പ് കണക്ഷൻ, നിങ്ങളോട് മാത്രമാണ് അവർക്ക് സ്നേഹം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ ഉണ്ടാവാം. 9 of Swords ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻഷനിലാണ് എന്ന് പറയാം. എനിക്ക് അവർക്ക് കുറച്ച് ടെൻഷൻ, സ്ട്രെസ്സൊക്കെയാണ് കാണുന്നത്. 9 of Swords പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഓർത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ചില കാര്യങ്ങളുടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ, ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരൊരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മിസ്സിങ് ഉണ്ട്, നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്, നിങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്ത് നിങ്ങളോട് ശരിക്കും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കണം എന്ന രീതിക്ക് തന്നെയാണ്. നിങ്ങൾ തമ്മിലൊരു എന്തെങ്കിലും പ്രശ്നം വന്ന് അകന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിലൊരു എന്താ പറയുക, രമ്യതയിൽ പോകണം എന്ന് ആലോചിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. നൈറ്റ് ഓഫ് വാൻസ് പറയുമ്പോൾ മെസ്സേജാണ്. ഞാൻ അതൊരു അപ്പോളജി ആയിരിക്കാം ചിലവർക്ക്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് വലുതും പോയതാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തൊരു സോറി പറയാനുള്ള സാധ്യതയുണ്ട്.
പക്ഷേ നമുക്കറിയാം ഇവിടെ കൂടുതലുള്ള ആൾക്കാർ അത്ര വേഗം ഒരു സോറി പറയുന്ന പാർട്ടീസ് അല്ല. ബട്ട് എന്നാലും അവരുടെ മനസ്സിൽ അവരിപ്പോൾ സംസാരിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ അവരെവിടെയോ അവരിങ്ങനെ പറയാതെ പറയുന്ന ഒരു സോറി ഉണ്ടാവും അതിൽ. എനിക്ക് നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ അവരുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ട്. അപ്പോൾ അവർക്കൊരു സോറി പറയുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരിക. അതായത് കാര്യങ്ങളെ സ്മൂത്തായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അവർ, ഒന്നുമില്ലാത്ത പോലെയൊക്കെ. ബട്ട് എവിടെയോ അവരുടെ മനസ്സിൽ ആ ഒരു സോറി പറയുന്ന രീതിയിലാണ് കാണുന്നത്. ഹൈറോഫന്റ് ഉണ്ട് ഇവിടെ. ചിലവർക്ക് മേ ബി റിലീജിയൻ ഡിഫറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം സ്ട്രെസ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ മാരേജ് സിറ്റുവേഷൻ, അഗെയിൻ ഇത് മാരേജിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം. ഓക്കെ, വേറെന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കാം. എന്തായാലും ഒരു കമ്മിറ്റ്മെന്റ് തന്ന് നിങ്ങളുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടബോധം അവർക്കുണ്ട്, വിഷമം അവർക്കുണ്ട്. ക്വീൻ ഓഫ് കപ്സ്, 3 of wands, 2 of pentacles, 4 of swords. സെപ്പറേഷൻ ആണ് കാണുന്നത്. പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് wands. വാവ്. ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് അഗൈൻ സെയിം തിങ്, നൈറ്റ് ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞ പോലെ അവർ മേ ബി അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കായിരിക്കും. എനിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായിരിക്കാം. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺ മാരീഡ്, ഫാമിലി എതിർക്കുന്നു, റിലീജിയൻ്റെ വ്യത്യാസങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലൊക്കെ അവരൊന്ന് സ്റ്റക്കാണ് എന്ന് പറയാം. ബട്ട് അവർക്ക് നിങ്ങളിപ്പോൾ ചിലപ്പോൾ സെപ്പറേഷനും ആയിരിക്കാം. ഇവിടെ സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4 of swords ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അവർ തിരിച്ചു വരാനുള്ള വഴികൾ ആലോചിക്കുകയാണ്. എങ്ങനെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക എന്ന് ആലോചിക്കുന്നത്. ഇന്നത്തെ ക്വീൻ ഓഫ് വാൻസ് പറഞ്ഞു, ഇവിടെ കിങ് ഓഫ് വാൻസ് ഉണ്ട്. കപ്പിളായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ശരിക്കും നിങ്ങളെ കപ്പിളായിട്ട് കണ്ട്, ലൈക്ക് നിങ്ങളോട് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് അവർക്ക് വളരെയധികം മനസ്സിലാഗ്രഹമുണ്ട്. ഫീലിങ്സ് ക്വീൻ ഓഫ് കപ്സ് ആണ്. അത്രയും ഫീലിങ്സ് ആണ് നിങ്ങളോട് കാണുന്നത്. എനിക്ക് അത്രയും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കെയറും കാര്യങ്ങളും ഓർക്കുന്നതായിരിക്കാം. അതുമാത്രമല്ല അവർക്കും നിങ്ങളോട് ആ ഒരു ഫീലിങ്സ് വളരെയധികം ഉണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അഗെയിൻ സോറി പറയുന്ന കാര്യം, ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. മെസ്സേജ് വരിക, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റുമായിട്ട് വരിക, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരിക, മെസ്സേജസിൻ്റെ കാര്യം കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. ആൻഡ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ ലേശം. 2 of pentacles, 2 of swords ഉണ്ട് ഇവിടെ. സോ അവർ ചിന്തിക്കുകയാണ്, ഇനി എങ്ങനെയാണ് ഞാനിതിനെ ശരിയാക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത് നെക്സ്റ്റ്. ഇവിടെ അഗെയിൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അഗെയിൻ അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വരുന്നതായിട്ടാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. അവർ നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമമുണ്ട്. തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് അവർ പോയി എന്നുള്ള റീസൺ ഒന്നും ഇപ്പം നമ്മൾ നോക്കുന്നില്ല. ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയതായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ഇവിടെ മേലെ വരുന്നത്. നിങ്ങൾ തമ്മിൽ എന്താവും ഫ്യൂച്ചർ. ഓക്കെ, ചില ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, ചില ചീറ്റിംഗ് ഉണ്ട്. നിങ്ങളെ വിട്ട് മാറിപ്പോയതായിരിക്കാം. യെസ്, ഓക്കെ, നിങ്ങളെ വിട്ടു പോയി അവർ. ഓക്കെ, നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി ഉണ്ട് ഇവിടെ. ചില കാര്യങ്ങൾ ഹിഡൻ ആയിരുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന്. ബട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ആണ് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു റീസ്റ്റാർട്ടാണ് വരാൻ പോകുന്നത്. റീകോൺസിലേഷൻ എന്ന് പറയാം. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും തീർച്ചയായിട്ടും. ഒരു ലേശം ഈഗോ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈഗോ ഉള്ള വ്യക്തി, അല്ലെങ്കിൽ അവർ മാരീഡ് എന്നും പറയാം. മാരേജിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഇത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈഗോ എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ പേഴ്സണൽ ലേശം ഈഗോ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും തിരിച്ചു വരാൻ ഒരു ചെറിയ മടി കാണിക്കുന്നത്. ബട്ട് ഇവിടെ കിങ് ഓഫ് കപ്സും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഫീലിങ്സ് ഞാനതാ പറഞ്ഞ ഇവിടെ എവിടെ 1-2 കപ്പിൾസ് ആയി വരുന്നു. സോ എവിടെയോ നിങ്ങളോട് അവർ ശരിക്കും ആ ഒരു കണക്ഷൻ, സ്ട്രോങ് കണക്ഷനാണ് അവർ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, ചില ഹൈഡിങ്, ചില കാര്യങ്ങൾ സീക്രട്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. ബട്ട് അതിൻ്റെയൊക്കെ മേലെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് വളരെയധികം കാണുന്നത്. അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ബട്ട് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. ഇതൊക്കെ ഓക്കെ, അവർ മൈൻഡിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ തേർഡ് പാർട്ടി നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ മാറിയിട്ടാണോ വരുന്നത്, ഇതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം പറഞ്ഞ് നിർത്തിയെന്ന് മാത്രം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കണം. ലെസൺ വരും. ഓക്കെ, ബട്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ, അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്ന് മാത്രം. അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതുകൂടി നിങ്ങൾ ആലോചിക്കാം. ഓക്കെ,
ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കൂടി നോക്കാം. ഈ ഡെക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷനിൽ ബേർഡ്സ്, റിങ്, ഓക്കെ എന്താ വരാൻ പോകുന്ന 4 ഹൗസ്, മൈസ്, ഓക്കെ ഡോഗ്. ഓക്കെ, ഇവിടെ ഡോഗ് ആയിരുന്നു വന്നത്. ഇത് ഗാർഡൻ ഉണ്ട്. ആൻഡ് 1 മോർ ക്രോസ് മതി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജി, അത് വേറെ ലൈക്ക് റിലേഷൻഷിപ്പ് ആവാം, ഫാമിലി ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതാവാം. ഓക്കെ, മൈസ് ഉണ്ട് അവിടെ. അപ്പം നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് കാണുന്നത്. അത് ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ, ചില തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം എന്ന് പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പേഴ്സൺ ഒരു തീരുമാനം എടുക്കാനുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ആരാണ് അവരുടെ ലൈഫിൽ എന്നുള്ള അവർ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ കാണുന്നത് എനിക്ക് പേഴ്സൺ നിങ്ങളോട് ലോയലാണ്. ഓക്കെ, അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും കിങ് ഓഫ് പെന്റിക്കിൾസ് ആദ്യം തന്നെ വന്നു. അതേ കാർഡാണിത്. ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അവർ ഒരു നിങ്ങളെ വേണം വെച്ച് വേദനിപ്പിക്കാൻ വേണ്ടി പോയതായിരിക്കില്ല, അങ്ങനെയില്ല. ഓക്കെ, ബട്ട് എവിടെയോ നിങ്ങളോടാണ്, അവരുടെ ഫീലിങ്സിൽ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോടാണ്. ഓക്കെ, പക്ഷേ ചെറിയ ചെറിയ അബദ്ധങ്ങൾ ആർക്കും പറ്റും. ഓക്കെ, അങ്ങനെയുണ്ട്. ഗാർഡൻ. ഓക്കെ, ഇവിടെ പറയാം ബേർഡ്സ്. ഇത് മെസ്സേജ് വരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് വരുമെന്ന് പറയാം. ചില ഗോസിപ്പ് നിങ്ങൾ കേൾക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. സോ എവിടെയോ ചില ഗോസിപ്പ് നിങ്ങൾ കേൾക്കാനുള്ള സാധ്യതയാണ്. അത് ശരിയാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ടാണ് പറയുന്നത്. റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരും എന്ന രീതിയിലാണ് കാണുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു, മാരേജ് ആഗ്രഹിക്കുന്നു എന്ന്. കിങ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 4 ഓഫ് വാൻഡ്സിൻ്റെ കാർഡാണിത്. മാരേജ്, ഹൗസ് എന്ന രീതിയിൽ. ഓക്കെ, വീട്, ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ കൂടെ ചേർക്കാൻ, നിങ്ങളെ ഫാമിലി ആയിട്ട് വേണം, മാരേജ് വേണം എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ പക്ഷേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക പേഴ്സൺ ലോയൽ ആണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ആൻഡ് ഇവിടെ ഗാർഡൻ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ടോ, പാർട്ടിയോ സെലിബ്രേഷനോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്ന രീതിക്ക് പറയാം. ഇതിവിടെ ആക്ച്വലി എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുകയാണ്. ഓക്കെ, സോ ഒരു വെഡ്ഡിങ് സെലിബ്രേഷൻ എന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സെലിബ്രേഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഹാപ്പി ആയിട്ട് ഒരു ഫ്യൂച്ചർ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ചില തടസ്സങ്ങളുണ്ട്, ചില ഡിസിഷൻസ് പേഴ്സൺ എടുക്കാനുണ്ട്. ഓക്കെ, പിന്നെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ കളിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഗോസിപ്പ് പറയും, നിങ്ങൾ എന്തെങ്കിലും ഗോസിപ്പ് കേട്ടോ, അത് ശരിയാണോ എന്ന് അന്വേഷിക്കാം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക. ബട്ട് പേഴ്സൺ ഇവിടെ ലോയലായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങളോട് ഇഷ്ടമുണ്ട് അവർക്ക്, സ്നേഹമുണ്ട് അവർക്ക്. ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് കൊടുക്കാൻ പറ്റുമോ, വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.